മഹാനായ സയ്യിദുന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തത് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം മൻ സ്വല്ലാ അലയ്യ സ്വലാത്തൻ വാഹിദ, ആരെങ്കിലും എൻ്റെ മേലിൽ ഒരു സലാത്ത് ചൊല്ലിയാൽ, സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ഒരു സലാത്തായി, അങ്ങനെ എൻ്റെ മേലിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ, ഒരു സെക്കൻഡ് കൊണ്ട് ചൊല്ലാൻ കഴിയുന്ന കാര്യം എന്താ പ്രതിഫലം? സ്വല്ലല്ലാഹു അലൈഹി അശ്റ സ്വലവാത്ത്. അള്ളാഹു ആ ചൊല്ലിയ മനുഷ്യന്, ഒരു സ്വലാത്തിന്റെ മേലിൽ ചൊല്ലിയ മനുഷ്യന് 10 സ്വലാത്ത് നൽകും. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ടും അള്ളാഹുവിൻ്റെ ബറക്കത്ത് കൊണ്ടും ഒക്കെ നമ്മെ പൊതിയുക എന്നതാണ്. കഴിഞ്ഞോ? ഇല്ല. വഹുത്തത്ത് അന്നു അശ്റു ഖതീആത്തിൻ, 10 പാപങ്ങൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. അവൻ്റെ നന്മ തിന്മ എഴുതി വെക്കുന്ന രേഖാപുസ്തകത്തിൽ നിന്ന് 10 തിന്മകളെ ഡിലീറ്റ് ചെയ്യും, മായ്ച്ചു കളയും. വറുഫിയത്ത് ലഹു അശ്റു ദറജാത്തിൻ, ഒരു സലാത്തിന്റെ മഹത്തായി പറയുന്നത്, അവന് 10 സ്ഥാനം അവൻ്റേത് ഉയർത്തും. അവനിപ്പോഴുള്ള ഗ്രേഡ് ഏതാണോ അതിൽ നിന്ന് 10 സ്ഥാനം കൂടി അവൻ്റേത് ഉയർത്തുന്നതാണ്. അപ്പൊ ഇത് വല്ലാത്തൊരു മഹത്വമാണ്. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അതിനൊരു പ്രയാസമുള്ള കാര്യമില്ല. സ്വലാത്തിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. അതിൽപ്പെട്ടതാണ് ഒന്ന്, ഇംതിസാലു അംരില്ലാഹി സുബ്ഹാനഹു വ തആല, അള്ളാന്റെ കൽപ്പന ഉണ്ട്. ഇന്നല്ലാഹ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി, അല്ലേ? ഇന്നല്ലാഹ, അല്ലാഹു തആല, വ മലായികത്തുഹു, എൻ്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബി, നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന ഒരു കൽപ്പനയുണ്ട്. എന്നാൽ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലുന്നവർ ആരുടെ ഗ്രൂപ്പിലാവിടുക? അള്ളാഹുവിൻ്റെ. ഇന്നല്ലാഹു മലായികത്തു യുസല്ലൂന എന്ന് പറഞ്ഞില്ലേ, അള്ളാഹിൻ്റെ ആ കൂട്ടത്തെ ആ ടീമിലാണ്, ആ ഗ്രൂപ്പിലാണ് മെമ്പറാ. പിന്നെ മുവാഫഖത്തുൽ മലായികത്തു ഫിയ, അതുപോലെ തന്നെ മലക്കുകളുടെ ഗ്രൂപ്പിലും അവൻ പെടും. മാഷാ അല്ലാഹ്, എത്ര വലിയ ഭാഗ്യ! മാഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ. അത് തന്നെ പോലെ ആ അള്ളാഹുവിൻ്റെ കൂടെയാവുക എന്നത് തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യമാണ്. മലായികത്തിൻ്റെ ഗ്രൂപ്പിൽ പെടുക എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. പിന്നെയോ, നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നിന്ന് ഈ സ്വലാത്ത് ചൊല്ലിയ ആൾക്ക് 10 സ്വലാത്ത് കിട്ടും. ഒരു സ്വലാത്ത് കിട്ടിയാൽ തന്നെ മനുഷ്യൻ രക്ഷപ്പെടും. ഇവിടെ 10 കിട്ടുന്നത്.